മോദി അട്ടിമറിക്കാൻ കത്തോലിക്ക സഭയിലെ ജസ്യൂട്ട് വിഭാഗം ഇറങ്ങുന്നു എന്ന തരത്തിൽ സാറ് നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്ത വീഡിയോ ജസ്യൂട്ട് പാതിരിമാരെ വല്ലാതെ വിറളിയെടുപ്പിച്ചിട്ടുണ്ട്. സാർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു അവസാനം ഗോവൻ ഇൻക്വിസിഷൻ, ഗോവയിൽ നടന്ന മതവേട്ട, ക്രിസ്ത്യാനികൾ മതദ്രോഹ വിചാരണം, ഹിന്ദുക്കളെ ഉൾപ്പെടെ കൂട്ടക്കൊല ചെയ്ത സംഭവം നമുക്കറിയാമല്ലോ. അങ്ങനെയാണ് കൊങ്ങിണികൾ ഇവിടേക്ക് വന്നത്. അങ്ങനെ അതൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ സാറ് വീഡിയോ ചെയ്തത്. ഇപ്പോൾ അതിന് ഇന്ന് ദീപിക ഒരു മറുപടി കൊടുത്തിരുന്നു. ദീപിക പത്രം മറുപടി കൊടുത്തു. സാറ് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞു, നമ്മുടെ ചാനലിൽ വിശ്വാസ്യതയില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ ഗോവ ഇൻക്വിസിഷൻ എന്ന് പറയുന്ന ചരിത്രത്തിലുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദില്ലിയിൽ നടന്നത് ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്, അതിനെ സാറ് മതപ്രശ്നമാക്കി മാറ്റി എന്നാണ് ആദ്യത്തെ ആരോപണം. അതെ, അവരുടെ ആരോപണം ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായിട്ടാണ് ഞാൻ കണ്ടത്. ഒരു മനുഷ്യാവകാശ പ്രശ്നത്തിൽ ക്രിസ്ത്യൻ യുവാക്കൾ ക്രിയേറ്റീവായി സമരത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഒരു പാതിരി ആഹ്വാനം കൊടുക്കുമ്പോൾ അത് മനുഷ്യാവകാശമാണോ മതപ്രശ്നമാണോ? അല്ല, മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൂടെ? മതത്തിന് ഇടപെടാം. മതത്തിന് ഇടപെട്ടുമ്പോൾ ഈ ക്രിസ്ത്യൻ യുവാക്കളോടല്ല അത് പറയേണ്ടത്, മൊത്തം യുവാക്കളോടാണ് പറയേണ്ടത്. മനുഷ്യാവകാശം അങ്ങനെയാണല്ലോ. മനുഷ്യാവകാശം ഏതെങ്കിലും മതത്തിന് മാത്രമായിട്ടല്ലല്ലോ വരിക. അല്ല, ആളുകൾ എവിടെയെങ്കിലും പട്ടിണി കിടക്കുന്ന ആളുകളെ എല്ലാ ക്രിസ്ത്യാനികളും സഹായിക്കണം എന്ന് പറഞ്ഞാൽ മതപ്രശ്നമാകുമോ? പട്ടിണി കിടക്കുന്ന എല്ലാവരും സഹായിക്കണമെന്നാണ് പറയേണ്ടത്. എല്ലാ ക്രിസ്ത്യാനിയെന്നും പറയരുത്. എല്ലാ ക്രിസ്ത്യാനിയെന്നും പറയുമ്പോഴേക്കും അത് മതം വരും. മോദിയെ ഇറക്കാനുള്ള സമരത്തെ എല്ലാ ക്രിസ്ത്യൻ യുവാക്കളും സഹായിക്കണം എന്ന് പറഞ്ഞതാണ് പ്രശ്നം. അത് മതപ്രശ്നമാണ്. അത് മതപ്രശ്നമാണ് തീർച്ചയായിട്ടും. അപ്പം മതപ്രശ്നമാക്കി ഇതിനെ മാറ്റിയത് ഞാനല്ല, ഈ ജസ്യൂട്ട് പാതിരിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോർജ് മൂത്തോലിൽ. അദ്ദേഹം ചെറിയ കക്ഷിയൊന്നുമല്ല. അദ്ദേഹം സൗത്ത് ഏഷ്യയുടെ ജസ്യൂട്ടിൻ്റെ തലവനാണ്. അദ്ദേഹം സൗത്ത് ഏഷ്യയുടെ വലിയ പുലിയാണ്. അദ്ദേഹം പ്രവർത്തിക്കുന്നത് റോമിലാണ്, മാർപ്പാപ്പക്ക് തൊട്ടടുത്തിരുന്നിട്ടാണ്. അത് ശരി. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വാധീനമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആജ്ഞയ്ക്ക് ആഗോള വ്യാപകമായ പ്രാധാന്യമുണ്ട്. ആഗോള വ്യാപകമായി ക്രൈസ്തവരോട് ആഹ്വാനം ചെയ്തതിന് തുല്യമാണ് ആ പരിപാടി. അതാണ് ഞാനത് പറയാൻ കാരണം. പിന്നെ ഇവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇവർ CIA ബന്ധം പറഞ്ഞു. ഞാനിപ്പോൾ ഒരു ചിത്രം ഇട്ടിട്ടുണ്ട്. ഗോസ്പൽ ഓഫ് എഡ്ഗാർ ഹൂവർ എന്നൊരു പുസ്തകമാണ്. ആ പുസ്തകം സ്ക്രീനിൽ കാണിക്കുക. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം മുഴുവൻ കഴിയും. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ പുസ്തകത്തിൽ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, CIA-ക്കും FBI-യിലെയും ഉദ്യോഗസ്ഥർക്ക് റിട്രീറ്റ്, മതനവീകരണ ധ്യാനത്തിനാണ് റിട്രീറ്റ് എന്ന് പറയുന്നത്. ഈ എഡ്ഗാർ ഹൂവർ ഇവർക്ക് റിട്രീറ്റ് കൊടുക്കുമായിരുന്നു. ആ റിട്രീറ്റിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടുള്ള ജസ്യൂട്ട് എന്നുവെച്ചാൽ ട്രെയിനിങ് കൊടുത്തിരുന്ന ജസ്യൂട്ടുകാരുടെ 4 പേരുടെ പേര് ഞാൻ വായിക്കാം. കുറേ അധികം ഉണ്ട് ആ പുസ്തകത്തിൽ, ബാക്കിയുള്ളത് ജസ്യൂട്ടുകാർ വായിക്കട്ടെ. ഒന്ന്, ഫാദർ ജെയിംസ് എ മാർട്ടിൻ SJ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഓഫ് ജസ്യൂട്ട്. ഡയറക്ടർ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി, അദ്ദേഹമായിരുന്നു ഒരാൾ. അദ്ദേഹം പിന്നെ അദ്ദേഹം FBI-ക്കും കൊടുത്തിരുന്നു, CIA-ക്കും കൊടുത്തിരുന്നു. രണ്ടാമത്തെ ആൾ ഡെന്നിസ് ജെ കോമി, SJ ആണ്. സെൻറ്റ് ജോസഫ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, അതിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹമാണ് വേറൊരാൾ. മൂന്നാമത്തെ ആൾ റവറൻഡ് ഫ്രാൻസിസ് ജെ ഡയമണ്ട്, SJ, ജസ്യൂട്ടാണ്, FBI. നാലാമത്തെ കക്ഷി ബാർണിഗൻ, സ്പെഷ്യൽ ഏജൻ്റാണ്. സെൻറ്റ് സ്റ്റീഫൻസ് മക്നാമി, SJ. 4 പേരുടെ പേര് എല്ലാം ജസ്യൂട്ടുകാരാണ്. ഇത്രയും പേര് ഈ CIA-ക്കും ഇവർക്കും പരിശീലനം കൊടുത്തു. എന്ന് മാത്രമല്ല, എങ്ങനെയാണ് CIA അതിൽ ഇൻവോൾവ് ചെയ്തത് എന്ന് ലിയോൺ മാർട്ടിൻ എന്ന് പറയുന്ന സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ സുദീർഘമായി ഗവേഷണം നടത്തുകയും ഇതിൻ്റെ രേഖകൾ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ പുസ്തകമാണ് അത്. അതിൽ പറഞ്ഞിട്ടുണ്ട്.
ആധികാരികമാണ്. ഞാനായിട്ട് ആരോപിച്ചതല്ല, അയാൾ പറഞ്ഞേക്കുന്നതാണ്. ഇനി അടുത്തത് പറയൂ. പിന്നെ ഇത് ഈ അന്താരാഷ്ട്ര ക്രിസ്ത്യൻ മിഷണറി സംഘത്തിന് ഈ അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിലുള്ള ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കുമാർ ചെല്ലപ്പൻ സാർ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ CJP എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ക്രിസ്ത്യൻ ജിഹാദി പാർട്ടിയാണെന്ന്. CJP അതുപോലെയാണോ ഈ സാറ് പറഞ്ഞത്? അല്ലല്ല, അതെന്താണെന്ന് വെച്ചാൽ ജസ്യൂട്ടുകളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇൻ്റർനാഷണൽ ഇവാഞ്ചലൈസേഷൻ എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ക്രൈസ്തവവൽക്കരണം ജസ്യൂട്ടുകളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഞാൻ പറയുന്നതല്ല, അവർ തന്നെ പറഞ്ഞിരിക്കും. പക്ഷേ വേറെ കാര്യമുണ്ടല്ലോ സാർ, പൊതുവിൽ ഈ ക്രൈസ്തവർ നമ്മുടെ ഈ FCRയുടെ കാര്യവും ഇവിടുത്തെ മതപരിവർത്തനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടും, അല്ല ഞങ്ങൾ കത്തോലിക്കരാണ്, കാത്തലിക്സിന് ഈ പരിപാടിയൊന്നുമില്ല, അത് മുഴുവൻ ചെയ്യുന്ന പെന്തോകളാണ്, പെന്തക്കോസുകാരെ അവർക്ക് കണ്ടുകൂടാ, പെന്തക്കോസുകാരെ തല്ലിക്കൊല്ലാൻ നടക്കുകയാണ് കത്തോലിക്കർ. ഈ കാത്തലിക്സ് പറയും ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളുടെ കത്തോലിക്കർ വളരെ നിഷ്കളങ്കരാണ്, മുഴുവൻ ഈ ഇവാഞ്ചലിസ്റ്റുകളിൽ പെന്തോകളാണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ സാധ്യത പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അവരെ പോലെ തന്നെയല്ല, അവരെക്കാൾ ഒരുപടി മുന്നിലാണ് ജസ്യൂട്ട് സഭ എന്ന് പറയുന്നത്. അല്ല, കാരിത്താസ് നമ്മുടെ കോട്ടയത്തെ ആശുപത്രിയൊക്കെ അല്ലല്ല, അത് ഇന്ത്യയിലുള്ള മൊത്തം കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടനയാണ്. അതിന് കിട്ടിയിരിക്കുന്നത് ഇതുവരെ കിട്ടിയിരിക്കുന്ന തുക ഉണ്ട് വിദേശത്തു നിന്ന്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരിവർത്തനവുമാണ്, ഇവാഞ്ചലൈസേഷനാണ്. അവർക്ക് കിട്ടിയിട്ടുള്ള തുക എത്രയാണെന്നറിയാമോ? 3.58 ബില്യൺ രൂപ. ചെറിയ പൈസയാണ്. അത്രയും കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 3,58,000 കോടി രൂപ കേരളത്തിൻ്റെ ബജറ്റിനോളം വരും. അത്രയും അതിനേക്കാൾ കൂടുതലാണ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ സന്ദർഭത്തിൽ മൊത്തം കത്തോലിക്ക സഭയോട് ചോദിക്കാനുള്ള വിനീതമായൊരു ചോദ്യം, നിങ്ങൾ ഇതുവരെ അതായത് എന്തൊക്കെ കാരിത്താസ് 62 രൂപതകൾ, ആ 62 രൂപതകളിലുള്ള വിവിധ കോൺഗ്രിഗേഷൻസ്, ആ കോൺഗ്രിഗേഷൻസിൻ്റെ വിവിധ പോഷക സംഘടനകൾ, ഇവർക്കെല്ലാവർക്കും കൂടി കഴിഞ്ഞ 70 വർഷമായി കിട്ടിയിട്ടുള്ള, അതിന് മുമ്പുള്ളതൊക്കെ പോയിക്കോട്ടെ, 70 വർഷമായി കിട്ടിയിട്ടുള്ള FCRA അതിൻ്റെ ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ ഇവർ തയ്യാറാണോ? എൻ്റെ ചോദ്യം അത്ര അത് ചെയ്തതാണ്. അല്ല, ഇതിന് തയ്യാറാണോ? ഇതെന്നാണ്. കാരണം ഇപ്പോൾ ഇവർ, ഞാൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട്, സത്യം നമ്മെ സ്വതന്ത്രരാക്കും എന്നാണ് യേശുദേവൻ പറഞ്ഞേക്കണം. അപ്പോൾ ആ സത്യം ഇവർ പറഞ്ഞ് സ്വതന്ത്രരാകട്ടെ. ഇവർ തയ്യാറാണോ? കാശിൻ്റെ കാര്യത്തിൽ ആ സ്വാതന്ത്ര്യം അല്ല, ഇവർ തയ്യാറാണെങ്കിൽ ഇവരത് പറയട്ടെ. ഇനി അടുത്തത് എന്താണ്? പിന്നെ സാറ് പറഞ്ഞതൊരു കാര്യം, ഈ ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകൾക്ക് ഇവർ സഹായം ചെയ്തു. അതെ, ബസ്തറിലെ കാര്യം ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ബസ്തറിൽ മാവോ മേഖല, ബസ്തറിലെന്നല്ല, ഛത്തീസ്ഗഡിലെയും ബസ്തറിലെയും ആന്ധ്രയിലെയും ബാക്കി മാവോ മേഖലകളിലെ മാവോയിസ്റ്റുകൾ ഈ സ്ഥലം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊക്കെ ആർക്കും പ്രവേശനമില്ല. ഇവർക്ക് മാത്രം എങ്ങനെ പ്രവേശനം കിട്ടി? ബസ്തറിൽ പോയപ്പോൾ, ഛത്തീസ്ഗഡിൽ പോയപ്പോൾ 3 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തല്ലോ ഇവിടുന്ന്. എന്തായിരുന്നു അവരുടെ ദൗത്യം? അവർക്ക് മാത്രം എങ്ങനെയാണ് മാവോയിസ്റ്റുകൾ ഫ്രീ എൻട്രി അനുവദിച്ചത്? നിലവിലുള്ള വിവരമനുസരിച്ചിട്ട് അവർ വഴിയായിരുന്നു ഇവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഈ അടുത്തിടയ്ക്കാണല്ലോ ഒരു അമേരിക്കൻ പൗരനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ പിടിച്ചു. അയാളുടെ മക്കളിൽ 24 ഡെബിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. കോടികൾ 93 കോടി രൂപ പിൻവലിച്ചു. 2 മലയാളി പാദ്രിമാരുമുണ്ട്, അവരും അറസ്റ്റിലാണ്. UAPA ചുമത്തിയിരിക്കുകയാണ്. കേരളത്തിലെ കത്തോലിക്ക സഭയോ ക്രൈസ്തവ സംഘടനകൾ ആരും മിണ്ടുന്നില്ല. എന്തുകൊണ്ട് ഇവരത് മിണ്ടുന്നില്ല? അപ്പോൾ വിദേശത്തുനിന്ന് ധനസഹായം സ്വീകരിച്ചുകൊണ്ട് ആ പ്രദേശത്ത് മാവോയിസ്റ്റുകളുമായി ഇവരുണ്ടാക്കിയ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, മാവോയിസ്റ്റുകൾ കമ്മ്യൂണിസം സ്ഥാപിക്കുകയും കത്തോലിക്ക സഭ അവിടെ ക്രിസ്തുമതം സ്ഥാപിക്കുകയും ചെയ്യാമെന്നുള്ള ധാരണയായിരുന്നു. അതുമാത്രമല്ല സാർ, ഇതിനകത്ത് ഈ പിൻവലിച്ച 93 കോടി രൂപയിൽ ഗണ്യമായ ഒരു തുക
ഈ ബസ്തർ മേഖലയിലെ ATMകളിൽ നിന്നാണ് പിൻവലിച്ചത്. അവരെയാണ് കൊടുത്തത്. അവർക്ക് കൊടുത്തു എന്ന് കണ്ടെത്തി. അതേന്ന് എന്നിട്ടാണ് പിന്നെ പറയണത് അല്ല എന്ന് പറയണത്. ഇനി എന്താണ് അടുത്ത? പിന്നെ ഈ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമിതിയിൽ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പങ്കെടുത്ത് നിർണായകമായ സംഭാവന കൊടുത്ത ജെസ്യൂട്ട് പാദ്രിയുണ്ട്, ജെറോം ഡിസൂസ അല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടന വരെ ഉണ്ടാക്കി തന്നത്, ഇന്ത്യക്ക് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വസ്ത്രം തന്നത് കത്തോലിക്കനാണ്, വിദ്യാഭ്യാസം തന്നതാണ്, ഇനി ഭരണഘടന തന്നതും ഇവരാണെന്നാണ് ഇവർ. അല്ല, അങ്ങനെയല്ല. അതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, എൻ്റെ 292 പേരോ 96 പേരോ മറ്റോ ഉണ്ടായി. അതെ. അതിൽ എല്ലാ ജാതി വിഭാഗങ്ങളുടെയും മതവിഭാഗങ്ങളുടെയും പ്രതിനിധികളുണ്ടായിരുന്നു. 13 ഇന്ത്യൻ പ്രോവിൻസുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടായിരുന്നു. നോമിനേറ്റ് ചെയ്യപ്പെട്ടവരുണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയാതിരുന്നിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത്. അല്ലാണ്ട് ജെറോം ഡിസൂസ ഉണ്ടാക്കി വെച്ചതല്ല. ഇന്ത്യ മാത്രമല്ല ഉണ്ടായിരുന്നത്. അല്ല, അയാൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് എന്താ കാര്യം? അദ്ദേഹം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? ഇനി അടുത്തത് ഇവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം അതിനകത്തുണ്ട്. അതെന്താണെന്നറിയാമോ? പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാരതീയ സംസ്കാരത്തിന് ഈടുറ്റ സംഭാവനകൾ നൽകി. ഞാൻ ഇവരുടെ ഈ സംഭാവന ഇവരെന്തുകൊണ്ട് നൽകി എന്നുള്ള കാര്യം അന്വേഷിച്ചു പോയി. അന്വേഷിച്ച് പോയപ്പോൾ എന്താ, ജെസ്യൂട്ടുകളുടെ ഒരു തീരുമാനം എന്തായിരുന്നു വെച്ചാൽ, ഏത് രാജ്യത്ത് ചെല്ലുന്നുവോ, ഏത് പ്രദേശത്ത് ചെല്ലുന്നുവോ, ആ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഷ പഠിക്കുകയും അവരുടെ സംസ്കാരം പഠിക്കുകയും അതിനെ ക്രൈസ്തവവൽക്കരിക്കുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവർ ഈ പറഞ്ഞത്, ഇപ്പോൾ ഈ ക്രൈസ്തവവൽക്കരണത്തിന് വേണ്ടി അവലംബിച്ച ഒരു മെത്തേഡായിരുന്നു അത്. അതുകൊണ്ടാണ് പള്ളി കൊടുവന ഉണ്ടാക്കിയത്, വീട്ടിൽ നിലവിളക്ക് കത്തിക്കാൻ തുടങ്ങിയത്. അല്ല, ഇവർ ചെയ്യില്ല. അത് ജെസ്യൂട്ട് ചെയ്യത്തില്ലേ? ജെസ്യൂട്ട് ആ പ്രദേശം, ജെസ്യൂട്ട് ആൻറ്റി കാത്തലിക്സ് ചെയ്യുമല്ലോ. കാത്തലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിയൻ കാത്തലിക്സ് ആണ് ചെയ്യുന്നത്. ജെസ്യൂട്ടുകൾ ലാറ്റിൻ കോൺഗ്രിഗേഷനാണ്. ഓ, അങ്ങനെയാണല്ലേ? മനസ്സിലായില്ലേ? ലാറ്റിൻ കോൺഗ്രിഗേഷനാണ്. ഇനി അത് മാത്രമല്ല, ബഹുമാന്യനായ സേവ്യർ, ഫ്രാൻസിസ് സേവ്യർ ഇല്ലേ, അദ്ദേഹം ജെസ്യൂട്ട് സ്ഥാപിച്ചവരിൽ ഒരാളാണ്. മറ്റേ ഇത് ഇഗ്നേഷ്യസ് ലയോളയും ഇദ്ദേഹവും വേറെ 5 പേരും കൂടി ചേർന്നിട്ടാണ് ആരംഭിച്ചത്. എന്ന് മാത്രമല്ല, യേശുവിൻ്റെ പേരിൽ ഒരു സഭയില്ല, വിശ്വസഭ. അതിവർക്ക് മാത്രം കിട്ടിയതാണ്. ഇവരെ സ്വീകരിച്ചിരിക്കുന്ന ആരായിട്ടാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ പടയാളികളാണ്, ആർമിയാണ് ഇവർ. അതെന്താ കാര്യമെന്നറിയാമോ? ഈ ഇഗ്നേഷ്യസ് ലയോള പട്ടാളക്കാരനായിരുന്നു. യുദ്ധത്തിൽ മുറിവേറ്റ് ചികിത്സയിലിരിക്കുന്ന സമയത്താണ് ഇയാൾക്ക് വെളിപാടുണ്ടായിട്ട് ഇത് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ പാരീസ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ നിന്നുള്ള 7 പേരെ കൂട്ടി ഒരു സംഘം ഉണ്ടാക്കിയതാണ് സൊസൈറ്റി ഓഫ് ജെസ്യൂട്ട്സ്. ഇതിന് അംഗീകാരം കൊടുക്കരുത് എന്ന് എല്ലാ ക്രിസ്ത്യാനികളും ആവശ്യപ്പെട്ടിരുന്നു കത്തോലിക്ക സഭയിൽ. പക്ഷേ ഇവർ മാനിപ്പുലേറ്റ് ചെയ്തത് മേടിച്ചെടുത്തു എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ഇവർക്ക് കിട്ടി. അങ്ങനെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നത്. ഞങ്ങൾക്ക് ഇത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്, ഞങ്ങൾ ഇത്ര കോളേജ് ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇതാണ്. അതിൻ്റെ പിന്നിൽ ഇതാണ് ചരിത്രം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവാഞ്ചലൈസേഷനാണ്. അല്ലെങ്കിൽ ഇവർ പറയട്ടെ, ഇവാഞ്ചലൈസേഷൻ എന്ന ലക്ഷ്യം ഞങ്ങൾക്കില്ല എന്ന് ജെസ്യൂട്ട് പ്രഖ്യാപിക്കട്ടെ. അത് ഒരു സമയം പറയത്തില്ല. പിന്നെ എങ്ങനെയാണ്? ക്രൈസ്തവവൽക്കരണം ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് പറയുകയും, ഇനി ജെസ്യൂട്ടുകളെ എനിക്ക് ഈ കാര്യത്തിൽ വിശ്വാസമില്ല. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സാമൂഹിക നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ ആഹ്വാനമല്ല, ജീവിതശൈലിയാണെന്ന്. വായിച്ചാണല്ലോ, കേട്ടാണല്ലോ, പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇൻക്വിസിഷൻ സാമൂഹിക നീതിയായിരുന്നോ? മതദ്രോഹ വിചാരണ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. അവർ മാപ്പ് പറഞ്ഞിട്ടില്ല. ഇല്ലേ? ഇൻക്വിസിഷൻ ഇതായിരുന്നു. അങ്ങനെയും ഗോവയിലെ ഇൻക്വിസിഷന് മാപ്പ് പറയണ്ടേ? അത് ഞാൻ പറയുന്നത്, സാറിൻ്റെ പോസ്റ്റിന് താഴെ ചില ആളുകൾ വന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പഴയ കാര്യമല്ലേ? അതിനൊക്കെ അല്ല, പഴയ കാര്യമാണ് പറയുന്നത്, പുതിയ കാര്യമല്ല. കാര്യം പറയാൻ പാടില്ല. അതെന്താ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ മതിയാ? ഇനി ചോദിച്ചില്ലേ, അടിമക്കച്ചവടം, 20,000 അടിമകളെ കച്ചവടം ചെയ്ത് പണമുണ്ടാക്കിയ സംഘടനയാണ് ജെസ്യൂട്ട്. യേശുദേവൻ അടിമകളെ മോചിപ്പിച്ച ആൾ. അതെ, അതാണ്. ഇവർ അടിമ കച്ചവടം നടത്തി. 1842 വരെ അത് തുടർന്നവരാണ് ഇവർ.
അടിമക്കച്ചവടം നല്ല ലാഭമായിരുന്നു. ഉം. ഇവർ അടിമകളെ മേടിച്ചിട്ട് ആഫ്രിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അടിമകളെ മേടിച്ചിട്ട് ബ്രിട്ടീഷുകാർക്കും യൂറോപ്യന്മാർക്കും ഉള്ള തോട്ടങ്ങളിൽ പണിക്കാരായിട്ട് കൊടുക്കുകയായിരുന്നു. ഉം. അത് മാനവികതയ്ക്ക് വേണ്ടി മനുഷ്യത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണോ? നിർബന്ധിത മതപരിവർത്തനം ഉം. മാനവികതയാണ്? ഞാൻ ചോദിക്കുന്നതിന് മറുപടി കിട്ടണം. മാനവികതയാണ്. ഇനി മറ്റൊരു കാര്യം, അന്യമത നിന്ദ മാനവികതയാണ്. അങ്ങനെയുണ്ടോ? പിന്നെ അങ്ങനെയല്ല ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഉം. ഈ ഫ്രാൻസിസ് സേവർ ചെയ്തൊരു അഭ്യാസം അറിയാമോ? ഉം. അദ്ദേഹം ധൃതിയായിരുന്നു അദ്ദേഹത്തിന്. ഉം. അപ്പോൾ ഒരു ഗ്രാമത്തെ ഒന്നാകെ മാമോദീസ മുഖ്യാണ്. ഉം. ആളുകളെ ഒറ്റക്കൊറ്റയ്ക്ക് പിടിക്കാൻ സമയമില്ല. അപ്പോൾ അത് കാരണം ഗ്രൂപ്പായിട്ട് ഒന്നാകെ മാമോദീസ. ഈ മാമോദീസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മറ്റേ എന്തോ പരിശുദ്ധ പരിശുദ്ധ വെള്ളം കൊഴുക്കുന്നതല്ലേ. ജനിച്ചു വീഴുന്നൊരു കുട്ടി ഉം. മതരഹിതനാണ്. ഉം. ഉം. കുഞ്ഞ്. ഈ കുഞ്ഞിന് കത്തോലിക്ക മതവിശ്വാസങ്ങൾക്കനുസരിച്ച് വളർത്തിക്കൊള്ളാം എന്ന് കുഞ്ഞിൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും കത്തോലിക്ക സഭയുമായി ഒരു എഗ്രിമെൻറ്റിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നതാണ് മാമോദീസ. പകരം എന്താണ്? പകരം ആത്മീയ രക്ഷസഭ നൽകുമെന്ന് ഉറപ്പ് നൽകുകയാണ്. മരിച്ചു കഴിഞ്ഞ് സ്വർഗം കിട്ടും. അല്ല, ആത്മീയ രക്ഷ നൽകുമെന്ന് ഉറപ്പ് നൽകുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അത് ഗ്രൂപ്പായിട്ട് ചെയ്ത ഒരാളാണ് ഈ പറഞ്ഞ ഫ്രാൻസിസ്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ആന്ധ്രയിലൊക്കെ ചില ഗ്രാമങ്ങളിൽ മൊത്തം വെള്ളം ധരിച്ചിട്ട് നിങ്ങൾ ക്രിസ്ത്യാനികളായി എന്നാ പറയണത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇവർ വിദേശത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള സംഖ്യ ആ പർപ്പസിന് മാത്രമാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കട്ടെ. ഇറക്കട്ടെ, നമുക്ക് മിനിമം ആവശ്യപ്പെടാം. അതെ അതെ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് അട്ടിമറിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി യുവാക്കളെ ആഹ്വാനം ചെയ്തതിന് ശേഷം മതത്തിൻ്റെ പരിരക്ഷയും കൂടി കിട്ടണം എന്ന് പറഞ്ഞാലേ അത് നടക്കില്ല. പള്ളി പറഞ്ഞാൽ മതി. പള്ളി പോലും പറയാൻ പറ്റില്ല.